ഒരു ഇളം തെന്നലായി വീശിയ സൗമ്യനും മാന്യനുമായ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന കോൺഗ്രസ് നേതാവ് കാലയവനികയ്ക്കുള്ളിൽ മാറി. കേരള രാഷ്ട്രീയ ഭൂമികയിൽ കൊടുങ്കാറ്റായി വീശി ചുഴലിക്കാറ്റായി മാറി അവസാനം ചാരക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയ നേതാക്കന്മാരുള്ള നാടാണ്. ഇവിടെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള സൗമ്യനാകുന്നത്. ആഠ്യത്വം, കുലീനത്വം എന്നൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന കോൺഗ്രസ് നേതാവിനെ കാണണം, പരിചയപ്പെടണം. അദ്ദേഹത്തെ പോലെ സൗമ്യനായ വളരെ കുലീനത്വമുള്ള നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ അപൂർവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അദ്ദേഹത്തെ പോലെ ആഠ്യത്വവും കുലീനത്വമുള്ള നേതാക്കന്മാർക്ക് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 22 ഏക്കർ ഓഹരിയായി ലഭിച്ച തെന്നല ബാലകൃഷ്ണപിള്ള അതിൽ ബഹുഭൂരിപക്ഷവും വിറ്റത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കടം വീട്ടാനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റാലും ജയിച്ചാലും വസ്തു വാങ്ങിയ നേതാക്കന്മാരെ മാത്രമേ നമുക്കറിയുള്ളൂ. വസ്തു വിറ്റ് രാഷ്ട്രീയം കളിച്ച അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അവസാനത്തെ 4 ഏക്കർ അദ്ദേഹം വിറ്റതാകട്ടെ വീക്ഷണം എന്ന പത്രത്തിന് സംഭവിച്ച കടം തീർക്കാനായിരുന്നു. വീക്ഷണം പലർക്കും ഒരു കറവപ്പശുവായിരുന്നു. നഷ്ടത്തിലോടിയ വീക്ഷണം പല കോൺഗ്രസ് നേതാക്കന്മാരെയും കോടീശ്വരന്മാരാക്കി മാറ്റിയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ നിസ്വനാക്കി മാറ്റിയത്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വീക്ഷണം എന്ന പത്രമായിരുന്നു. വളരെ സൗമ്യനായ, വളരെ മാന്യനായ, മിതഭാഷിയായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുര്യോഗത്തെ കൂടി കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. 2021 അന്ന് നടന്ന തെരഞ്ഞെടുപ്പിലെ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. വളരെയധികം സന്തോഷത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ AK ആന്റണിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി. എന്നാൽ ഹൈക്കമാൻഡുമായി ഉണ്ടാക്കിയ ഒരു കരാർ അനുസരിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനം K മുരളീധരൻ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതനുസരിച്ച് K മുരളീധരൻ പരിവാര സമേതം KPCC ഓഫീസിലേക്ക് എഴുന്നള്ളി. അദ്ദേഹത്തോടൊപ്പം വന്ന അനുയായികൾ KPCC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് ഇടിച്ച് കയറി. മുരളീധരൻ വന്നപ്പോൾ വളരെ സൗമ്യനായി ബഹുമാന പുരസ്സരം നിലവിലെ KPCC പ്രസിഡന്റ് എണീറ്റ് നിന്ന് പുതിയ പ്രസിഡന്റിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് കസേര ഒഴിഞ്ഞു കൊടുത്തു, ഒരു വൈമനസ്യവുമില്ലാതെ. മുരളീധരനോടൊപ്പം വന്ന അണികൾ മുഴക്കിയ മുദ്രാവാക്യത്തിൽ ഇന്ദിരാഭവൻ വിറയ്ക്കുകയായിരുന്നു. എന്നാൽ വിറയ്ക്കാതെ, വിയർക്കാതെ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന സൗമ്യനായ നേതാവ് KPCC ഓഫീസിന്റെ പടിയിറങ്ങി. ഏകനായി KPCC ഓഫീസിന്റെ കാർപോർച്ചിലെത്തിയ തെന്നലയെ യാത്ര അയക്കാൻ പോലും ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. അവിടെ നിന്ന് ഏതോ മാന്യനായ ഒരു മനുഷ്യൻ വിളിച്ചു കൊടുത്ത ഓട്ടോറിക്ഷയിലാണ് തെന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയത്. പുതിയതായി അധികാരമേറ്റ K മുരളീധരൻ അദ്ദേഹത്തിന് ഇന്ദിരാഭവന്റെ പോർട്ടിക്കോ വരെയെങ്കിലും തെന്നല ബാലകൃഷ്ണപിള്ളയെ യാത്ര അയക്കാൻ കൂടെ ചെല്ലാനുള്ള സൗമനസ്യം അദ്ദേഹം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഏകനായ മുൻ പ്രസിഡന്റ് അവിടെ നിന്ന് പടിയിറങ്ങി പോരേണ്ടി വന്നത്. തെന്നല ബാലകൃഷ്ണപിള്ള KPCC ഓഫീസ് വിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത് കൊട്ടാരം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഗൗതമ ബുദ്ധനെ പോലെയായിരുന്നു. നിസ്സംഗനായി, നിർമ്മമനായി, ഇതൊന്നും തന്നെ ഏൽക്കുന്നില്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിലാണ് തെന്നല ബാലകൃഷ്ണപിള്ള അവിടെ വിട്ടുപോയത്. പക്ഷേ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നീതികേട് കാണിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലം പകവീട്ടി എന്നത് മറ്റൊരു വ്യത്യസ്തമായ യാഥാർത്ഥ്യമാണ്. തെന്നലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ആർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യം കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ്. എപ്പോഴും സൗമ്യനായി പുഞ്ചിരിയോടുകൂടി മാത്രമേ തെന്നലയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. വളരെ മൃദുഭാഷയാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ അടുത്തു നിന്ന് കാണാനും പരിചയപ്പെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സംസാരം, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അത്തരം നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്രീയത്തിലെ വളരെ വളരെ അപൂർവമാണ്. ആരോടും പരിഭവമില്ലാതെ, ഗ്രൂപ്പ് കളിക്കാതെ, പുഞ്ചിരിയോടുകൂടി തൻ്റെ അധികാര കസേര വിട്ട് പുറത്തു വരാൻ KPCC പ്രസിഡന്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു.
തെന്നലയ്ക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ നേതാക്കന്മാരുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ EK നയനാർ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം താമസിച്ചാണ് ആ വേദിയിലേക്ക് തെന്നല ബാലകൃഷ്ണപിള്ള എത്തിയത്. പെട്ടെന്ന് EK നയനാർ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് ഒരു ചെറിയ പാട്ട് പാടി. തെന്നലേ തെന്നലേ, KPSC എന്ന് പറയുന്ന നാടക സംഘത്തിൻ്റെ ഒരു പഴയ പാട്ടാണ് ഞാൻ ഈ പാടിയത്. ഇത് പാടിയാണ് EK നയനാർ തെന്നല ബാലകൃഷ്ണപിള്ളയെ സ്വീകരിച്ചത്. അവിടെ കൂടിയിരുന്ന ആളുകളെ ഹർഷാരവത്തോടു കൂടിയാണ് EK നയനാരുടെ പ്രതികരണത്തെ സ്വാഗതം ചെയ്തത്. സൗമ്യനായി പുഞ്ചിരിച്ചുകൊണ്ട് തെന്നല ബാലകൃഷ്ണപിള്ള ആ വേദിയിലെത്തി ഇരിപ്പുറപ്പിച്ചു. അപ്പം അങ്ങനെ എല്ലാ ആളുകളുടെയും, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെയുള്ള ആളുകളെ, അദ്ദേഹത്തെ പരിചയപ്പെടാൻ പോകുന്ന സാധാരണക്കാരെ എല്ലാവർക്കും ബഹുമാനം തോന്നിക്കുന്ന വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കയ്യിൽ കറ പുരളാതെയാണ് 94-ാമത്തെ വയസ്സിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന സൗമ്യനായ മനുഷ്യൻ നമ്മെ വിട്ട് പോകുന്നത്. പക്ഷെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു: കേരള രാഷ്ട്രീയത്തിലെ മാന്യന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിലനിൽപ്പ് ബുദ്ധിമുട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.